തിരുനബി മണ്ണിൽ കൊത്ത സംഭവം ചൊല്ലി കേട്ടടന്ന മണ്ണിടണ പരികസിതികൾ അജബ് കൊണ്ടാരം മീലാദിനാഥിന്റെ കഥയിതാ കഥയിലും പരിയാനേ അത് പറഞ്ഞ പൂവല്ലേ നാരുന്നീല പൂമോളല്ലേ മഴപ്പാ കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണൂർ ഷോറൂമിന്റെ യാത്രക്കിടയിൽ അവിചാരിതമായിട്ടാണ് നമ്മളിവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ യാത്രാ പ്ലാനിങ്ങിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കേണ്ടി വരുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ലായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് സോളാർ വെച്ച് കൊടുത്ത ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഒരു അന്തേവാസികളുള്ള വിവരം നമുക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. മാനസിക വൈകല്യമുള്ള ആരാരും നോക്കാനില്ലാത്ത 20 പേരെയാണ് ഇവിടെ നമുക്കൊക്കെ അറിയാവുന്ന ബഷീർ ഫൈസി വെണ്ണക്കോട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. മാനസിക വൈകല്യമുള്ള 20ഓളം പേരെ ഇവിടെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്നു എന്നുള്ളതാണ്. ആരാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന, തെരുവിൽ അലയേണ്ടി വരുമായിരുന്ന ഇവരെ നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണങ്ങളും ഇവർക്ക് ആവശ്യമായ മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവരെ നല്ലവണ്ണം ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവർക്കൊക്കെ വേണ്ട പിന്തുണ കൊടുക്കാൻ നമുക്ക് കഴിയണം. മരുന്നും ഭക്ഷണങ്ങളും ഉൾപ്പെടെ ഒരു ദിവസം ഇവർക്ക് ചെലവ് വരുന്നത് 5000 രൂപയാണ്. ഒരിക്കലും ഇത് പ്രമോഷന് വേണ്ടി വന്ന ഒരു വീഡിയോ അല്ല. ഞങ്ങളിവിടെ കണ്ണൂർ യാത്രക്കിടയിൽ ഇവിടെ സോളാറിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ സോളാർ വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുന്നത്. അബ്ദുൽ ഹക്കീം ഹസനി ഉസ്താദാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും. ഉസ്താദ്, എത്ര വർഷമായി ഇവിടെ? ഇവിടെ ഈ രൂപത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമായി. 2020 നമ്മളെ കൊറോണ മൂർച്ഛിച്ച സമയത്താണ് ഇങ്ങനെ ഈ വിശാലമായിട്ട് തുടങ്ങിയത്. അതിന്റെ മുമ്പേ 1-2 ആളായിട്ട് പള്ളിയിലുണ്ടായിരുന്നു. ഇപ്പൊ 20 പേരായിട്ട് എത്ര വർഷമായി? 20 പേരായിട്ട് ആ സമയത്ത് 10 പേരായി ഉണ്ടായിരുന്നത്. അപ്പോൾ ബിൽഡിംഗ് ഒരു നിലയല്ലായിരുന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ മേലേക്ക് എടുത്ത് 20 ആളായി. ഇപ്പൊ 20 ആക്കുള്ള കട്ടിലും കാര്യങ്ങളും സൗകര്യമാണ് നിലവിലുള്ളത്. ഇവരെ ചികിത്സാ കാര്യങ്ങളൊക്കെ ചികിത്സ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഡോക്ടർ ഇവിടെ വരും. ആവശ്യമായ മരുന്നുകളൊക്കെ എഴുതി തരും. അത് നമ്മൾ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ വയലന്റ് ആവുന്ന ആരും വയലന്റ് ആവാന്ന് പറഞ്ഞാൽ വയലന്റ് ആവുന്ന ആളുകളൊക്കെ ഉണ്ട്. ചില മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഉള്ളത് കൊണ്ട് ആ ഒരു ലെവൽ ഇങ്ങനെ നിന്ന് പോകും. അവരുടെ പിന്നെ ആരെങ്കിലും ബന്ധപ്പെടാറുണ്ടോ? ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. ഒരു ബന്ധവും അഡ്രസ്സും വീടൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. ചില ആളുകളൊക്കെ വീട്ടിൽ നിന്ന് വിളിക്കും. പിന്നെ സുഖമാണോ കാര്യങ്ങൾ എന്താന്നൊക്കെ ചോദിക്കും. ചില ആളുകൾ ഇവിടെ എത്തിയതിന്റെ ശേഷം ഓരോ കുടുംബക്കാരുണ്ടോ, ഇങ്ങനെ ആളെ ജീവിച്ചിരിപ്പുണ്ടോ, ഒന്നും ഒരു ബന്ധമില്ലാത്ത ആളുകളുണ്ട്. ഭക്ഷണം ഉറക്കം മറ്റു കാര്യം ഭക്ഷണം കറക്റ്റ് ക്യാൻറ്റീനിൽ നമ്മളെ കാതർക്ക ഭക്ഷണം ഉണ്ടാക്കും. അറിയൂലെന്നോ ഭയങ്കര പാട്ടുകാരനാ. അത് പറഞ്ഞ പൂവല്ലേ നാരുന്നീല പൂമോളല്ലേ മഴപ്പാരി മേരി ലങ്കി മാരിയും നോളെ ഗില ഗില ജിന്നു മിൻസിന്താന തിരുനബി മണ്ണിൽ കൊത്ത സംഭവം ചൊല്ലി കേട്ടടന്ന മണ്ണിടണ പരികസിതികൾ അജബ് കൊണ്ടാരം മീലാദിനാഥിന്റെ കഥയിതാ കഥയിലും പരിയാനേ കനിവലും ദരിയാനേ. മധുഹുദിച്ച രാവിലെ മലക്കിറങ്ങി മണ്ണില് മറിയം ബീവി ആസിയാക്ക് 3 ആക്കി തൊട്ടില് കഥയിലും പരിയാനേ കനിവലും ദരിയാനേ. ുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. ഉസ്താദിന്റെ വാക്കുകൾ കേട്ടല്ലോ. പൈസ ഉണ്ടെങ്കിൽ പോലും ഇവരെ നോക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ കാഠിന്യമുള്ള ഒന്നാണ്. സാമ്പത്തികമായി ഒരുപാട് ചിലവുകളുണ്ട്. സാമ്പത്തിക ചിലവിനേക്കാൾ അപ്പുറത്താണ് ഇത്തരം ആളുകളെ നോക്കുക എന്നുള്ളത്. ഇങ്ങനത്തെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാം എത്രമാത്രം നമ്മൾ പ്രയാസപ്പെടുന്നു എന്നുള്ളത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യും വേണം. നല്ല സഹായം ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. അതിൻ്റെ റെസിപ്റ്റ് കൃത്യമായിട്ട് തന്നെ സ്ഥാപന മേധാവികൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നറിയിക്കുന്നു.